കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഒരു ശക്തനായ MLA ഇതിൽ ഇടപെട്ടത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഞങ്ങൾക്ക് കരുത്തില്ലാത്ത സമയത്ത് ഞങ്ങൾക്കൊരു കരുത്തായി വന്നത് മാമി കേസിന് പിറകെ കൂടെ തന്നെ അല്ലെങ്കിൽ മുന്നിൽ ഞാനുണ്ടെന്ന് പറയുന്നത് ഒരു വൻ ശക്തി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും സാധാരണക്കാരുടെ ആയ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈ കേസിൽ ഉന്നതമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വർഷവും 40 ദിവസമായിട്ട് ഈ കേസിന് കോഴിക്കോട് അങ്ങാടിയിൽ വെച്ച് നടന്ന ഒരു കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ എന്തോ ഒരു അപായപ്പെടുത്തൽ. അപ്പം അതിന് ഇത്രയും ദിവസങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ അതിലെന്തോ കാര്യമായിട്ട് ഇടപെടലുകൾ നടന്നിട്ട് തന്നെയാവാം. ആർക്കോ ഇത് തെളിയിക്കേണ്ടെന്ന് ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഇത് വന്നത്. അപ്പം സാധാരണക്കാരായ ഞങ്ങളുടെ കൂടെ MLA കരുത്തനായ ഒരു വ്യക്തി കൂടി എത്തിയതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്, കരുത്തുണ്ട്. അദ്ദേഹം മുട്ടേണ്ട വാതിലുകളിൽ മുട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ മേധാവിയെ മാറ്റിയതൊക്കെ നേരത്തെ തന്നെ കുടുംബം പറഞ്ഞിരുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി ഊന്നിയാണ് MLA അക്കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം വിക്രം സാറിനെ നമുക്കറിയുന്നതിലും കൂടുതൽ MLA സാറിന് അറിയാം എത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണെന്നുള്ളത്. അപ്പം നമ്മൾക്കുണ്ടാവുന്ന ആശങ്കയിലും സംശയത്തിലും കൂടുതലായിരിക്കും സാറിന്റെ ആശങ്ക ഉണ്ടായിരുന്നത്. കാരണം എന്തിനോ വേണ്ടിക്കൊണ്ടായിരിക്കാം വിക്രം സാറിനെ ഇതിനെ മാറ്റി നിർത്തിയതെന്നുള്ളത്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്കും ആശങ്ക കൂടുകയാണ്. ഈ ക്രൈംബ്രാഞ്ചിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ വ്യക്തമായിട്ട് മാമിക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഒരു വിവരം ലഭിക്കില്ല എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. ഏതായാലും ഫൈനൽ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ അന്വേഷണം എവിടെ എത്തി എന്നുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ക്രൈംബ്രാഞ്ചിന്റെ അടുത്തുനിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പോകണം എന്നുള്ളത് നമ്മൾ ഫാമിലി തീരുമാനിക്കുള്ളൂ. ഏതായാലും ADGP ഇടപെടൽ അതേക്കുറിച്ച് തന്നെയല്ലേ ഇപ്പോൾ അൻവർ MLA നടത്തിയ പ്രസംഗത്തിലും പരാമർശിക്കുന്നു, അല്ലെ ഈ കേസിലൊക്കെ അടക്കം? തീർച്ചയായിട്ടും സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ മേഖലകൾ അറിയില്ലല്ലോ, നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലകളല്ലേ. ഏതായാലും ഉന്നതമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതാരായാലും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ആരാണെന്നറിയില്ല, പക്ഷേ നല്ല സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് പോലീസ് തീർച്ചയായിട്ടും.